Hi friends, welcome to BIMS Exam Made Easy. Today we are going to discuss about Vrana. In previous videos we have already discussed Nijavrana, its Nidana, Samprapti, Pragara and Lakshana, Vrana Vastu, Vrana Pariksha including Vranasthana, Vrana Agriti, Vranasrava, Vrana Gandha, Vrana Vedana, Vrana Avastha including Dushtavrana, Shuddhavrana, Ruhyamana Samyak Rudavrana, Vrana Sadhya Asadhyata and Vrana Upadrava. In this video, we are going to discuss about Vrana Chikilsa, Patyapatya, Shashti Upakrama, Vranidagara and Rakshakarma, Aganduja Vrana, Sadhyo Vrana, its Nidana, Pragara, Lakshana and Chikilsa, ulcer, its types and their management, wound healing stages and their management. First, Vrana Chikilsa. The main topic in Vrana Chikilsa is Shashti Upakrama, that is 60 modes of treatment for Vrana. They are Abadarpana, Aleba, Parisheka, Abhyanga, Sveda, Vimlabana, Ubanaha, Pajana, Visravana, Snehana, Vamana, Virechana, Chedana, Bedana, Dharana, Legana, Eshana, Aharana, Vedana, Visravana, Sivana, Sandanam, Pedanam, Shonidasthabanam, Nirvabana, Udkarika, Kashayam, Varti, Kalkam, Sarpi, Tailam, Rasakriya, Avachurnanam, Robana, Vrinadubana, Utsadana, Avasadana, Mridukarma, Darunakarma, Ksharakarma, Agnikarma, Krishnakarma, Pandukarma, Pradisaranam, Roma Samchananam, Loma Abaharanam, Vastikarma, Uttaravastikarma, Benda, Patradana, Krimikna, Brahmana, Vishakna, Shirovirechana, Nasyam, Kabaladaranam, Duma, Madhusarpi, Yendra, Ahara and Rakshavidana. ഈ 60 വേർഡ്സും ഓർത്തിരിക്കാൻ ഒരു സിമ്പിൾ കോഡ് പറയാം. ഒരു സ്റ്റോറി പോലെ ഓർത്തിരിക്കാം. അപ്പു തർപ്പണത്തിനായി അപതർപ്പണ, തേച്ചു, ആലേപ കുളിച്ചു, പരിശേക. അതിനു മുമ്പ് അഭ്യംഗ ആൻഡ് സ്വേദ ചെയ്തു. വിമലാവാർട്ടൻ വിമലാപന, ഉപ്പിട്ട് ഉപനാഹ, പാചകം പാചന ചെയ്ത രക്തവർണ്ണമുള്ള കൊതിയൂറുന്ന രക്തവിസ്രാവണ പലഹാരം സ്നേഹത്തോടെ കൊടുത്തു. ഇത് കഴിച്ചപ്പോൾ അവന് ഛർദിയും വമന വയറിളക്കവും വിരേചനവും വന്നു. ഇത് ചതിയാണെന്ന് അപ്പുവിന് തോന്നി. ഛേദന എന്തെന്നാൽ അപ്പു ആ വാർഡനെതിരെ മനസ്സിനെ ഭേദന ചെയ്യുന്ന ദാരുണമായ ഒരു ലേഖനം എഴുതിയിരുന്നു. കുറെ ഏഷണ ചേർത്ത് ആഹരണ തരുന്ന ആ വൃദ്ധയെ വേദന കരയിപ്പിച്ചു. വിശ്രാവണ. അതിനെക്കുറിച്ച് കാര്യങ്ങളിതാ. ശിവൻ സീവന എന്ന കുട്ടിയെ അല്ലെങ്കിൽ സന്താനത്തെ ഒരിക്കൽ അവർ അടിച്ച് പീഡിപ്പിച്ചു. പീഡനം. രക്തം വന്നു. ശോണിത ആസ്ഥാപന. നീരും വന്നു. നിർവാപണ. നല്ല കെയറോടെ. ഉത്കാരിക. കഷായ കൊടുത്ത് ഒതുക്കിയ വാർത്ത. വർത്തി കേൾക്കണം. കൽക്ക. അന്ന് സർപ്പി തൈല ഒക്കെ ചേർത്ത് രസക്രിയയും ചൂർണവും. അവചൂർണന. രോപണത്തിനായി ധൂപന ഒക്കെ ചെയ്ത് കംപ്ലൈൻറ്റ് ചെയ്യാൻ ഉയർന്നു വന്ന ഉത്സാദന. അവനെ മയപ്പെടുത്തി താഴ്ത്തി. അവസാദന. അവനെ താനൊരു പാവം ആണെന്ന് തോന്നിപ്പിച്ചു. മൃദുകർമ്മ. ദാരുണകർമ്മം ചെയ്തു. ക്ഷാരം മൂടിക്കിടക്കുന്ന അഗ്നിയെ പോലെയാണവർ. ക്ഷാരകർമ്മ അഗ്നികർമ്മ. ഇടയ്ക്ക് കറുത്ത മുഖം ഇടയ്ക്ക് വെളുത്ത മുഖം ഉള്ള പ്രതിയാണവർ. കൃഷ്ണകർമ്മ പാണ്ഡുകർമ്മ പ്രതിസാരണം. മുടി വളർത്തിയവരുടെ. രോമസംചനന മുടി വലിച്ചു പറിക്കും. ലോമാഭരണ. വസ്തിക്കും ഉത്തരവസ്തിക്കും മരുന്ന് കൂട്ടിക്കിട്ടുന്നത് പോലെ ഞങ്ങളെ ബന്ധന ചെയ്തിരിക്കുന്നു. പത്രാസ് ഉള്ള അവർ. പത്രാദാന. ഞങ്ങളെ കൃമിയെ പോലെ നശിപ്പിക്കും. കൃമിക്കണം. തടിച്ച ബ്രഹ്മണ. വിഷമുള്ള. വിഷഗ്ന. അവർ എന്നും ശിരോവിരേചന നസ്യ കപളധാരണ ധൂമം എല്ലാം ചെയ്തിരുന്നു. ഞങ്ങൾക്ക് തരേണ്ട മധു സർപ്പി ഒക്കെ അവർ ഒറ്റയ്ക്ക് യന്ത്രത്തെ പോലെ കഴിക്കും. ആഹാര. ഇവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. രക്ഷാവിധാനം. അപ്പോൾ ഒരു കഥ പോലെ ഇത് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഈ 60 വേർഡ്സ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഈ 60 വേർഡ്സ് ഓർത്തിരുന്ന ഈ ശ്ലോകവും സിമ്പിളായിരിക്കും. കാരണം അതിൽ ഫസ്റ്റ്
പാർട്ട് മാത്രം ഓർത്തിരുന്നാൽ മതി. തസ്യ വ്രണസ്യ ഷഷ്ടി രൂപക്രമാ ഭവന്തി. തദ്യത അത് കഴിഞ്ഞ് 60 വേർഡ്സ് കഴിഞ്ഞ് ലാസ്റ്റ് ഇതി ചേർത്ത് കഴിഞ്ഞാൽ ഈ ശ്ലോകമായി. ഓക്കെ, ഇനി ഈ സ്റ്റോറി ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് ഒരു പാട്ടിലൂടെ നമുക്കിത് പഠിക്കാം. ഷഷ്ടേരുപക്രമം. അപതർപ്പണമാലേപ പരിഷേകോ അഭ്യംഗസ്വേദോ വിമ്ലാപനമുപനാഹ പാചനം വിശ്രാവണം സ്നേഹോപമാനവിരേചനം ഛേദനം ഭേദനം ധാരണലേഖനം യശനാമാഹരണം വ്യധാന വിശ്രവണം സീവനം സന്ധാനം പീഡനം ശോണിതാസ്ഥാപനം നിർവാപണമുത്കാരിക കഷായോ വർത്തി കൽക്ക സർപ്പി തൈലം ഓരസക്രിയാവചൂർണനം രോപണവ്രണധൂപനം ഉത്സാദനം അവസാദനം മൃദുകർമ്മം ധാരുണകർമ്മം ക്ഷാരകർമ്മം അഗ്നികർമ്മം കൃഷ്ണകർമ്മം പാണ്ഡുകർമ്മം പ്രതിസാരണം രോമസഞ്ജാനനം ലോമാപഹരണം വസ്തികർമ്മം ഉത്തര വസ്തികർമ്മം ബന്ധഃ പത്രദാനം ക്രീമിഗ്നം ബൃംഭണം വിഷഗ്നം ശിരോ വിരചനം നസ്യം കവളധാരണം ധൂമോ മധു സർപ്പിര്യന്ദ്രമാഹാരോ രക്ഷവിധാനമിതി ഷഷ്ഠേരുപക്രമ. ഈ ഓരോ ഉപക്രമങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തെന്ന് വെച്ചാൽ ഷഷ്ടി രൂപക്രമ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് വൺ അപതർപ്പണ. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ചീഫ് ഉപക്രമ ആൻഡ് ഇറ്റ് ഈസ് കോമൺ ടു ഓൾ ഷോഫ. ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ടു മിറ്റിഗേറ്റ് അഗ്രവേറ്റഡ് ദോഷാസ് അക്യുമുലേറ്റഡ് ഇൻ ദി ബോഡി. കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ഊർധ്വമാരുത, തൃഷ്ണ, ശുദ്ധ്, മുഖശോഷ, ശ്രമ, ഗർഭിണി, വൃദ്ധ, ബാല, ദുർബല ആൻഡ് ഭീരു. നെക്സ്റ്റ് വൺ ആലേപ. Aleba is indicated in Shofa, which is just arising, and in Vruna with Ugra Rudra. Benefits of Aleba: it mitigates pain quickly, bestows comfort, cleans the wound, mitigates Shofa, fills the wound, and is Robana. Next one, Parishega. For Vada Shofa, we can use Sarpi, Taila, Dhanyamla, Mamsarasa, Quad of Vadahara Aushada, which are not called for Parishega. For Shofa caused by Pitta, Rekta, Abhigala or Visha, we can use Kshira, Grida, Madhu, Sharkarodaka, Ikshurasa, Quada of Madhura Aushada or Shiri Panchavalka, which are not warm for Parishega. For Kapha Shofa, we can use Taila, Mutra, Ksharodaka, Sura, Shukta, Quada of Kabakna Aushada, which are not called for Parishega. Benefit of Parishega: Doshagni gets subsided. Next one, Abhyanga. Benefits of Abhyanga are Dosha Ubashama and Mrududa. Abhyanga can be done earlier in Svedana, Vimlabana, etc. and can be done later in Visravana, etc. Next, Svedana. Svedana is indicated in Shofa and Vruna with features like Rujavadi, Daruna and Kadina. Next, Vimlabana. Vimlabana is indicated in Shofa, which is Stira and Rujavadi. We can done Vimlabana by using Vernunadi, Tala or Angushta. Next one, Ubanaha. By Ubanaha, Ama Shofa subsides and Vidakta Shofa becomes Paga. Next one, Pachana. Pachana is indicated in Shofa, which doesn't subside by Vireganda Upakrama, that is Ekadesha Upakrama. We can done Pachana by using Utkarika prepared with Dadi, Takra, Sura, Shukta and Dhanyamla. Next one, Rekta Visravana. It is indicated in Achir Shofa, that means Shofa of recent onset, to mitigate Vedana and Paga. And it is also indicated in Shofa, which is hard, dark red, containing blood, painful, deep and uneven. We can done Rekta Visravana in sufficient Shofa also by using Jalauga or Shastrapada. Next one, Snehabana. Snehabana is indicated in persons who have developed Ubadrava, who are Ruksha, Krisha or Varnashoshina. Next one, Vamana. Vamana is mainly indicated in Ulsana Vamsa Shofa and Kabadushta especially, and in Vrana with some Klishta and Shyamarudira. Next one, Virechana. Virechana is indicated in Vrana, which is Vada Pitta Pradushta and is Dirgha Kalanubandhi.
Next one, Chedana. Chedana is indicated in Vrana, which is Abhaga, Kadina, and Stira, and in Snayukoda. Next, Bedana. Bedana is indicated in Vrana with Andapuya and Avakra. Ulsangavad Vrana, and Vrana having Gedi inside. In these all three types, Bedana is indicated. Next one, Dharana. Dharana is indicated in Bala, Vriddha, Asaha, Biru, Yoshida, Marama, Uparajidam. Next one, Legana. Legana is indicated in Vrana, which are Kadina, having Stula, Vritta, Oshtam, which burst often with Kadina, Ulsanna, Mamsam. Legana should be even, without leaving any remnants, using Shastra to the thickness of Vartma, that is eyelid. If Shastra is not available, we can use Kshauma, Ploda, Piju, Fena, Yavashuga with Saindava, or Karkashapadra for Legana. Next one, Eshana. Eshana is indicated in Nadi Vrana and in Vrana which have Shalya, which is Unmargi, which is Udsangi. We can turn Eshana by using Karira, Bala, Anguli, or Eshani. Next one, Aharana. Aharana is indicated in Vrana, which is either Samvrada or Vivarda, and in Vrana which attained Prapta Udarana Lakshana. Next one, Vedana Visravana. It is mainly indicated in Vedana Sadhyaroga. Next, Sivana Santana. Indicated in Vrana which are not having complications of Paga and which is Mamsastha and Vivarda. Next one, Pidana Pradeha. Indicated in Puyagarban, Anudvaran and Maramagadan. Next one, Shonita Stabana. Indicated when too much of blood comes out. Next one, Nirvabana. Indicated in Vrana accompanied with Daha, Paga, Jwara because of Pittakoba, and in Vrana covered with blood. Next one, Utkarika. Indicated in Vrana having Shinamamsa and Tanusrava, and in Abhagi Vrana and in Vrana having Toda, Kardinya, Parishya, Shula and Vebadu. Next one, Shodana Kashaya. Indicated in Vrana with Durganda and is Kledavadi. Shodanavarti. Indicated in Vrana having Shalya inside, which is Anumuga, which is Gambira, and which is Mamsa Sansridam. Shodanakalka. Indicated in Vrana covered with Budi Mamsa and with having Mahadosha. Next, Shodana Sarpi. Indicated in Vrana which is Pitta Pradushta, Gambira, and having Daha and Paga. Shodana Taila. Indicated in Vrana having Ulsanna Mamsa, Asnigda, and having Alpasrava. Next, Shodana Rasakriya. Indicated in Vrana which do not get purified by Shodana Taila and in Vrana with a Stira Mamsa. Next, Shodana Avachurnana. Indicated in Vrana which is Medo Jushta, Agambira, and Durganda. Next, Robana. Robana Kashaya is indicated in Vrana which have developed Shuddha Lakshana. Robana Varti is indicated which are painless, Shuddha and Gambira Vrana. And Robaniya Kshira Siddha Sarpi is indicated in Vrana which is caused by Pitta, Rekta, Visha, and Agandu, and also in Gambira Vrana. Robana Taila is indicated in Vrana which have predominance of Kaba and Vada. And Robana Rasakriya is indicated in Vrana which is Abandhya and which is situated on parts which have movements, and Vrana which is either Shuddha or Pradushta. Robana Churna is indicated in Vrana which are Sama, have Stira Mamsa, and is localized in Tuk. Tilakalka added with honey is indicated in Vrana which is devoid of Pudi Mamsa, which is located in Mamsa and which is not healing. Next, about Tilakalka. Tilakalka 3 marks question ആയിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെക്കണം. Tilakalka is Vada Shamanam because it is Madhuryat, Aushnyat, Snehat. Pitta Shamanam because of Kashayat, Madhurya, Tiktatvat. And is Kapha Shamana because of Aushnyat, Kashayat, Tiktatvat. Tilakalka along with Nimba Patra and Madhu is Samshodhanam. Tilakalka along with Nimba Patra, Madhu, and Sarpi is Robana. Yavakalka has also
have similar action as that of Tilakalka. Next one, Vrina Dubana. It is indicated in Vrina with predominance of Vada, with Ugra Rucha and which is Srava. Utsadana, indicated in Vrina, which is Parishushka, Alpamamsa and Gambira. Avasadana, indicated in Ulsana and having Mrudumamsa. Mrudukarma, indicated in Vrina, which is Kadina, Amamsana and Vadadushta. Then Daruna Karma, indicated in Vrina with the Mrudumamsa. Kshara Karma, indicated in Vrina with Ulsana Mamsa, Kadina, Kanduyukta, Chirotida, Dushodya. Agni Karma is indicated in Ashmiri Krida Mutra Sravi Vrina, Rektavahini Vrina, Nishesha Chinna Sandhi. Krishna Karma is indicated in Durudatvad Shuklanam. അതായത് ഇംപ്രോപ്പർ ഹീലിംഗ് കൊണ്ട് വെളുത്തിരിക്കുന്നതിന് നമ്മൾ കൃഷ്ണകർമ്മം കൊണ്ട് കറക്റ്റ് കളറാക്കണം. അതുപോലെ പാണ്ഡുകർമ്മ ദുരൂഢത്വാത് കൃഷ്ണാനാം, കറക്റ്റ് ഹീലാവാത്തത് കൊണ്ട് കറുത്തിരിക്കുന്നതിന് നോർമൽ കളറിലോട്ട് കൊണ്ടുവരാൻ പാണ്ഡുകർമ്മം ചെയ്യണം. അതുപോലെ പ്രതിസാരണ ഈസ് ആൾസോ ഇൻഡിക്കേറ്റഡ് ടു റീസ്റ്റോർ നോർമൽ കളർ. രോമ സംജനനം, അതിനൊരു എക്സാമ്പിളാണ് പറയുന്നത് ഹസ്തിദന്ത മഷി വിത്ത് രസാഞ്ജന ക്യാൻ ബി യൂസ്ഡ് ഫോർ രോമ സംജനനം. ലോമാപഹരണം, ലോമാപഹരണം ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ Vrinas surrounded by Roma or all around because in that the healing is difficult. So Lomabaharana has to be performed. Next, Vasti. Vasti is indicated in Vrina which is Vadadushta, Ruksha, Atyartha Vedana and is situated in Adakaya. Uttarabasti is indicated in Mutragada, Mutradosha, Shukradosha, Ashmiri Vrina and Artavadosha. Then Bendana. Then benefits of Bendana is mentioned here. By Bendana, Vrina attains Shuddhi, Mardava, heals without any doubt. Next one, Patradana, indicated in Vrina which is Stira, Alpamamsa and which is not healed due to Raukshya. Next one, Krimikna, indicated in Vrina with Krimi, accompanied with Tivra Rucha and Rektasrava. We can turn Krimikna by Surasadigana for Davana and Purana. Next one, Brahmana, indicated in Dirghakala Adura, Krisha and Vrina Shoshana. Vishakna, indicated in Vrina caused by Visha. Shirovirechana, in Vrina above Jatru and in Vrina with Kandu and Shofa. Then Nasya, indicated in Vrina above Jatru with pain and vitiated by Vada. Next, Kavaladharana is indicated in Vrina of Mukha in order to eliminate doshas, mitigate Rucha and Daha, remove mala accumulated in Jihva and Danda and for Shodhana and Ropana. Next one, Duma, indicated in Vrina above Jatru and in Kabavadacha conditions and in Vrina accompanied with the Shofa, Srava and Rucha. Next one, Kshaudra Sarpi. It is done to control Kshadoshma for Sandana and indicated in Sadhyavrana which are wide. Next, Yendra. Yendra is indicated in Vrina having Shalya which are deep, having Anumukha when Shalya cannot be pulled out by hand. Next, Ahara. Ahara should be in Legu Matra, Legu, Snigdha, Ushna, Agni Devana in persons with Vrina. Then, Teksha Vidhana, indicated for Nisha Jaribyo. These are about 60 modes of treatment of Vrina. വളരെ ബേസ് ആയിട്ടാണ് നമ്മൾ പോയത്. നെക്സ്റ്റ്, വ്രണിതോപാസന. എങ്ങനെയാണ് ഒരു വ്രണി തന്നെ കെയർ ചെയ്യേണ്ടത് എന്നാണ് വ്രണിതോപാസനം എന്ന ഹെഡിങ്ങിൽ പറയുന്നത്. അതിൽ മെയിൻലി ഇൻക്ലൂഡ് ചെയ്യുന്നത് പത്യാപത്യവും വ്രണിതാകാരവും രക്ഷാകർമ്മമാണ്. വ്രണിതോപാസന മാത്രം ഒരു 5 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് പത്യാഹാരത്തിലോട്ട് അങ്ങനെ പോവാം. പത്യാഹാരമായിട്ട് പറയുന്നത് ജീർണശാലിയോദനം വിച്ച് ഈസ് സ്നിഗ്ധ, അല്പം, ഉഷ്ണം, കൂടുതൽ ദ്രവം നിറഞ്ഞത്. അതായത് ജീർണശാലിയോദനം, സ്നിഗ്ധം, അല്പം, ഉഷ്ണം, ദ്രവോദനം. ഭുജാനോ ജാംഗ്ലേർ മാംസൈഹി ക്ഷീഗ്രം വ്രണം അബോഹതി. തണ്ടുലീയക ജീവന്തി സുനിഷണക വാസ്തുകൈഹി ബാലമൂലക വാർത്താക പടോലൈഹി കാരവേലകൈഹി സദാടിമൈഹി അമ്ലകൈർ ഘൃതഭൃഷ്ടൈഹി സൈന്ധവൈഹി അന്യേരേവം ഗുണൈർവാപി മുദ്ഗാദീനാം രസേനവ
സക്തൂൻ വിലേബിയും കുൽമാഷജലം ചാഭിശ്രിതം പിബേത്. പത്യാഹാരമായിട്ട് പറയുന്നത് റൈറ്റ് സൈഡിലുള്ള ടേബിൾ നോക്കുക. ഹിതാഹാരമായിട്ട് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ ജീർണശാലിയോദന വിച്ച് ഈസ് സ്നിഗ്ധ, അല്പ, ഉഷ്ണ ആൻഡ് ദ്രവോദര കൂടുതൽ ദ്രവമുള്ളത്. ആൻഡ് രസ പ്രിപ്പയർഡ് ഫ്രം തണ്ടുലിയക, ജീവന്തി, സുനിഷ്ണക, വാസ്തുക, ബാലമൂലക, വാതകി, പടോല, കാരവേലക, ദാഡിമ ആൻഡ് അമ്ലക വിച്ച് ഈസ് ഫ്രൈഡ് വിത്ത് ഗീ ആൻഡ് ആഡഡ് വിത്ത് സൈന്ധവ ഓർ എനി അതർ തിങ്സ് വിത്ത് സിമിലർ ഗുണ. അല്ലെങ്കിൽ ജാങ്കല മാംസം ഉപയോഗിക്കാം. മുദ്ഗരസം, സക്തുവിലേബി, കുൽമാഷ, ശ്രുതജല ബോയിൽഡ് വാട്ടറാണ് ഹിതാഹാരമായിട്ട് പറയുന്നത് വ്രണിതന്. ദെൻ ഹിതമായിട്ടുള്ള വിഹാരമാണ് പറയുന്നത് നീച നഗരോമ എല്ലാം വെട്ടി ക്ലീനാക്കി വെച്ചിരിക്കുന്ന ശുചിയായിട്ടുള്ള ഒരാൾ, അതായത് ഹൈജീൻ ആയിരിക്കണം ആൾ. ശുക്ലവാസസ വൈറ്റ് കളേർഡ് ഡ്രസ്സ് വേണം ധരിക്കാനായിട്ട്. റിസോർട്ട് ടു ഒബ്സർവൻസ് ഓഫ് ഓസ്പിഷ്യസ് റൈറ്റ്സ് മംഗളകരമായ കർമ്മങ്ങളൊക്കെ ചെയ്തിരിക്കണം. ഡിവോട്ടഡ് ടു ദേവത, ബ്രാഹ്മണ, ഗുരു ആൻഡ് റിമെയിൻ ഇൻസൈഡ് ഇൻ നിവാദഗ്രഹ കാറ്റൊന്നും ഏൽക്കാത്ത ഒരു ഗ്രഹത്തിൽ വേണം താമസിക്കാൻ. അണ്ടർ ദ കൺട്രോൾ ഓഫ് ഫിസിഷ്യൻ. റിസൈഡ് ഇൻസൈഡ് ഇൻ ഹൗസ് ഡെക്കറേറ്റഡ് വിത്ത് ദീപ, ഉദക, ശസ്ത്ര, പുഷ്പ, ലാജ എക്സെട്ര. ആൻഡ് സ്പെൻഡ് ടൈം ലിസണിങ് ടു സ്റ്റോറീസ് വിച്ച് ഈസ് ഓസ്പിഷ്യസ് ആൻഡ് പ്ലീസിങ് ടു മൈൻഡ്. നല്ല കഥകളൊക്കെ കേട്ട് വേണേൽ സമയം കഴിക്കാനായിട്ട്. ആൻഡ് ഷുഡ് ബി സറൗണ്ടഡ് ബൈ പീപ്പിൾ ഓൾവേസ്. എപ്പോഴും ആളുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സറൗണ്ടിങ്ങിലായിരിക്കണം വ്രണിതൻ താമസിക്കേണ്ടത്. ദിസ് ഈസ് അബൌട്ട് ഹിതാഹാര ആൻഡ് വിഹിത വിഹാര. നെക്സ്റ്റ് അഹിത വിഹാര ആൻഡ് അഹിതാഹാര. അഹിത വിഹാരമായിട്ട് പറയുന്നത് ദിവാസ്വപ്നം പറയുന്നുണ്ട്. അതുപോലെ ടു മച്ച് ഇൻ്റലിജൻസ് ഇൻ സ്ഥാന, ആസന, ചംക്രമണ, ദിവാസ്വപ്ന കൂടുതൽ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുക, നിൽക്കുക, കിടക്കുക, കുറേ നടക്കുക, അതുപോലെ കുറേ നേരം കിടന്ന് ഉറങ്ങുക, പകലുറങ്ങുക, ഇതൊക്കെ അഹിതമായിട്ടാണ് പറയുന്നത് വ്രണത്തിൽ. അതുപോലെ സന്ദർശന, സംഭാഷണ, സ്പർശന ഓഫ് സ്ത്രീ ഹു ഈസ് എലിജിബിൾ ഫോർ കോപ്പുലേഷൻ ഈവൻ ഫ്രം എ ഡിസ്റ്റൻസ് ഈസ് അഹിതമായിട്ടാണ് പറയുന്നത്. അതിസേവൻ ഓഫ് വാദ, ആദപ, രജോ, ധൂമ, അവശ്യായ ദീസ് ഓൾ ആർ അഹിത ടു എ വ്രണരോഗി. ദെൻ ശ്രാവണ, ദർശന, ഈർഷ്യ, അമർഷ, ഭയ, ശോക, ധ്യാന. അതായത് കാണുന്നതും കേൾക്കുന്നതിലും ഈർഷ്യ ഉണ്ടാകുന്നത്, അമർഷം, ഭയം, ശോകം, അതുപോലെ ധ്യാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം. രാത്രി ജാഗരണം, രാത്രി കുറേ സമയം ഉണർന്നിരിക്കുന്നത് അവോയ്ഡ് ചെയ്യണം. വിഷമശയന, വാക് വ്യായാമം അവോയ്ഡ് ചെയ്യണം. അസ്ഥാന ചംക്രമണം അവോയ്ഡ് ചെയ്യണം. ശീതവാദം അവോയ്ഡ് ചെയ്യണം. മാക്ഷികാദ്യ ബാധ അവോയ്ഡ് ചെയ്യണം. അതായത് ഇൻസെക്ട്സിൻ്റെ ബൈറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യണം. അഹിതമായിട്ടുള്ള ആഹാരമായിട്ട് പറയുന്നത് അതിഭോജന, അതുപോലെ അനിഷ്ടഭോജന, വിഷമാശന, ഉപവാസ, വിരുദർശന, അധ്യശന ഒക്കെ പറയുന്നുണ്ട്. അജീർണമായിട്ടുള്ള ആഹാരങ്ങൾ, അതുപോലെ മദ്യം അഹിതമായിട്ട് പറയുന്നുണ്ട്. മൈരേയ, അരിഷ്ട, ആസവ, സീതു, സുര വികാരങ്ങളൊന്നും വ്രണിതൻ കഴിക്കരുത്. പിന്നെ പറയുന്നത് ദോഷ സംജനന വർഗം അവോയ്ഡ് ചെയ്യണം. ബിക്കോസ് ഇറ്റ് ഈസ് പൂയവർദ്ധന. അത് ദോഷ സംജനന വർഗം എന്താണെന്ന് നോക്കാം. അതായത് നവധാന്യ, മാഷ, തില, കലായ, കുലത്ത, നിഷ്പാവ, ഹരിതശാഖ, അമ്ല, ലവണ, കടുക, ഗുഡ, പിഷ്ടവികൃതി, വല്ലൂര, ശുഷ്കശാഖ, അജ, അവിക, ആനൂപ, ഔദക, മാംസവസ, ശീതോദക, കൃഷര, പായസ, ദധി, ദുഗ്ധ, തക്ര പ്രഭൃതീനി പരിഹരേത്. ഇതൊക്കെ അപത്യമായിട്ടാണ്, വ്രണിതൻ്റെ അപത്യമായിട്ടുള്ള ദോഷസംജനന വർഗമാണ് പറയുന്നത്. ഒന്നും കൂടി നോക്കാം. നവധാന്യം, മാഷം, തിലം, കലായം, കുലത്തം, നിഷ്പാവം, ഹരിതശാഖ, അമ്ലലവണ കടുരസങ്ങൾ, ഗുഡം, പിഷ്ടവികൃതി, വല്ലൂരം, ഡ്രൈമീറ്റ്, ശുഷ്കശാഖ, മാംസ ആൻഡ് മസ് ഓഫ് അജാവി, ആനൂപ ആൻഡ് ഔദക വർഗ, ശീതോദക, തണുപ്പുള്ള ജലം, കൃഷര, പായസ, ദധി, ദുഗ്ധ ആൻഡ് തക്ര ഷുഡ് ബി അവോയ്ഡഡ് ബൈ വ്രണിത. നെക്സ്റ്റ് വ്രണിതാകാര. നമ്മൾ നേരത്തെ പറഞ്ഞു വ്രണിതൻ ഒരു കാറ്റൊന്നും ഏൽക്കാത്തൊരു സ്ഥലത്ത് നല്ല നല്ല ആളുകളാൽ ചുറ്റപ്പെട്ടുള്ള സ്ഥലത്ത് വേണം താമസിക്കാനായിട്ട്. അപ്പോൾ വ്രണിതാകാര എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ശ്ലോകം നോക്കി വയ്ക്കുക. വ്രണിതസ്യ പ്രഥമം ഏവ ആകാരം അന്വേഷിച്ച് തച്ചാകാരം പ്രശസ്ത സ്ഥലാധികാര കാര്യം. പ്രശസ്തമായ ഓസ്പിഷ്യസ് ആയൊരു സ്ഥലത്ത് വേണം വ്രണിതാകാരം നിർമ്മിക്കാനായിട്ട്. പ്രശസ്ത വാസ്തുനി ഗൃഹേ, നല്ല വാസ്തുശാസ്ത്രം അനുസരിച്ചായിരിക്കണം നമ്മളത് പണിയാനായിട്ട്. ശുചാവ ആദപ വർജിത, ഇറ്റ് ഷുഡ് ബി ക്ലീൻ, ഫ്രീ ഫ്രം, ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ഡർട്ട്. ആൻഡ് ആദപ വർജിത, അതായത് സൺലൈറ്റ്, അതുപോലെ നിവാദം, ഹെവി ബ്രീസൊക്കെ നമ്മൾ വർജിക്കുന്ന ഒരു സ്ഥലമായിരിക്കണം. അതാണ് സെലക്ഷൻ കിട്ടിയ ഫോർ വ്രണിതാകാര.
ദാറ്റ് ഈസ് റൂം ഫോർ വൂണ്ടഡ് എന്ന് പറഞ്ഞാൽ ഷുഡ് ബി ഓസ്പീഷ്യസ്. പ്രശസ്ത ഷുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് വാസ്തുശാസ്ത്ര, ഷുഡ് ബി ഫ്രീ ഫ്രം ഡെഡ് ശുച, ആദപ്പവർജിതം, അതുപോലെ നിവാദം. ഷുഡ് ബി ഡിവോയ്ഡ് ഓഫ് സൺലൈറ്റ് ആൻഡ് ഈസ് ഡിവോയ്ഡ് ഓഫ് ഹെവി ബ്രീസ്. ബെനിഫിറ്റ് ആണ് പറയുന്നത്. ഇവർക്ക് ശരീര ആഗന്തു മാനസ രോഗങ്ങളൊന്നും ബാധിക്കില്ല. വ്രണിതൻ ഒരു വ്രണിതാകാരത്തിൽ, ഈ പറഞ്ഞ ക്രൈറ്റീരിയയിലുള്ള വ്രണിതാകാരത്തിലാണ് താമസിക്കുന്നതെങ്കിൽ ശരീരാഗന്തു മാനസ രോഗങ്ങളൊന്നും ബാധിക്കില്ല. ദ വൂണ്ടഡ് പേഴ്സൺ റിസൈഡഡ് ഇൻ വ്രണിതാകാര വിൽ നോട്ട് സഫർ ഫ്രം ശരീര ആഗന്തു ആൻഡ് മാനസരോഗം. ഒന്നും കൂടെ വ്രണിതാകാരത്തിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട്, അതായത് വ്രണിതന് സ്ലീപ്പിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം. റൂമും ബെഡും വൈഡ് ആയിരിക്കണം ഫോർ ഈസി മൂവ്മെൻറ്റ്സ്. പ്ലീസിങ്, മൈൻഡിന് പ്ലീസിങ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരിക്കണം. ഹെഡ് ഈസ്റ്റിലോട്ട് വെക്കാൻ പറ്റുന്ന ഇതായിരിക്കണം. കാരണം ഗോഡ് ഈസ്റ്റിലാണ് ഇരിക്കുന്നതെന്നും ഹെഡ് ഈസ്റ്റിലോട്ട് വെച്ചാൽ ആസ് എ സൈൻ ഓഫ് വാർഷിപ്പ് ഇറ്റ് ഈസ് ബെറ്റർ എന്നും പറയുന്ന ഒരു ഇതുണ്ട്. ആൻഡ് വ്രണിതാകാരത്തിൻ്റെ ഉള്ളിൽ ശസ്ത്രം ഉണ്ടായിരിക്കണം ഫോർ പ്രൊട്ടക്ഷൻ. ആൻഡ് ദ വൂണ്ടഡ് പേഴ്സൺ ഷുഡ് ബി സെർവ്ഡ് ബൈ അഫക്ഷനേറ്റ് ഫ്രണ്ട്സ് ഹു ടോക്ക് പ്ലീസിംഗ്ലി. അങ്ങനെ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഹെൽപ്പ് ടു ഡ്രൈവ് അവേ ദ പെയിൻ ഓഫ് വ്രണ ആൻഡ് ഗിവ്സ് കംഫർട്ട് ടു ദ വ്രണിതൻ. ഇത്രയാണ് വ്രണിതാകാരത്തെക്കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ് രക്ഷാകർമ്മ. ഋഗ് യജുർ സാമ അഥർവ വേദാഭി ഹിതേർ അപരേഷ്ട ശീർവിധാനേർ ഉപാധ്യായ ഭിഷജശ്ച സന്ധ്യോ രക്ഷാം കുര്യുഹു. സന്ധ്യസമയത്ത് ഉപാധ്യായ പ്രീസ്റ്റ് അല്ലെങ്കിൽ ഭിഷജ് രക്ഷാകർമ്മം ചെയ്യണം. എങ്ങനെ? ഋഗ്വേദത്തിലും യജുർവേദത്തിലും സാമ അഥർവ വേദങ്ങളിലും പറഞ്ഞിട്ടുള്ളതുപോലെ. As stipulated in Rig, Yajur, Sama and Atharva Vedas, both priest Ubadhyaya and physician Bishaja should perform protective rites രക്ഷാകർമ്മ ഡ്യൂറിങ് സന്ധ്യ. രക്ഷാകർമ്മത്തിൽ വേറൊരെണ്ണം പറയുന്നത് ശിരസ്സധാരണ. ഹെഡിൽ ധരിക്കാനായിട്ട് കുറച്ച് ഡ്രഗ്സ് പറയുന്നുണ്ട്. ദിയർ ഛത്ര, അതിഛത്ര, ലാംഗലി, ജഡില, ബ്രഹ്മചാരിണി, ലക്ഷ്മി, ഗുഹ, അതിഗുഹ, വജ, അതിവിഷ, ശതവീര്യ, സഹസ്രവീര്യ, സിദ്ധാർത്ഥക എക്സെട്ര. പിന്നെ പറയുന്നത് ധൂപനമാണ്, ഫ്യൂമിഗേഷൻ. ധൂപനത്തിന് വേണ്ടിയിട്ട് സർഷഭ അരിഷ്ടപത്രങ്ങൾ സർപ്പിയും ലവണവും ചേർത്തിട്ട് ധൂപനം ചെയ്യാനാണ് പറയുന്നത്. സർഷഭ അരിഷ്ടപത്രാഭ്യം സർപ്പിഷ ലവണേനച്ച ദ്വിർ വചനം കാര്യേത് ധൂപം ദശരാത്രം അതന്ത്രിത. 10 ദിവസം ചെയ്യണം, മടുപ്പ് കൂടാതെ 2 വട്ടം ചെയ്യണം, ദിവസത്തിൽ 2 വട്ടം. നെക്സ്റ്റ് പറയുന്ന ഒരു രക്ഷാകർമ്മമാണ് വ്യഞ്ജന, ഫാനിങ് വിത്ത് ബാലവ്യഞ്ജന പറയുന്നത്. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ഹിറ്റ്, പ്രിക്ക് ഓർ സ്ക്രാച്ച് ദ വൂണ്ട് വൈൽ ഫാനിങ്. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് രക്ഷാകർമ്മ എന്ന് പറയുന്നത് നിശാചാരാസ് ഗെറ്റ് അവേ ഫ്രം ദ പേഷ്യൻസ് ജസ്റ്റ് ലൈക്ക് അതർ അനിമൽസ് റാൻ അവേ ഫ്രം ഫോറസ്റ്റ് ഇൻവേഡഡ് ബൈ ലയൺ. സിംപ്ലി ഇത്ര മനസ്സിലാക്കിയാൽ മതി. ആൾക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ രക്ഷാകർമ്മം ചെയ്യുന്നു. അതിന് വേണ്ടിയാണ് രക്ഷാകർമ്മം. 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് രക്ഷാകർമ്മം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വ്രണിതോപാസനം കഴിഞ്ഞു. നെക്സ്റ്റ് ആഗന്തുജ വ്രണമാണ് പറയുന്നത്. ആഗന്തുജ വ്രണം എങ്ങനെയൊക്കെ ഉണ്ടാകുന്നു? ആഗന്തുരവി പുരുഷ, പശു, പക്ഷി, വ്യാള, സരീസൃപ, പ്രബദന, പീഡന, പ്രഹാര, അഗ്നിക്ഷാര, വിഷ, തീക്ഷ്ണൌഷധ, ശകല, കപാല, ശൃംഗ, ചക്രേഷു, പരശു, ശക്തി, കുന്താദ്യ, ആയുധാഭി, അഭിഘാത നിമിത്ത. ഫസ്റ്റ് ഒരു സെറ്റ് പറയുന്നത് അസോൾട്ട് ഓർ ഇഞ്ചുറി ഫ്രം പുരുഷ, ഹ്യൂമൻ ബീയിങ്, പശു, അനിമൽസ്, പക്ഷി, ബേർഡ്സ്, വ്യാള, സരീസൃപ, അതായത് ബേർഡ്സ്, റെപ്റ്റൈൽസ് ഒക്കെ എക്സെട്ര. ദെൻ അല്ലെങ്കിൽ ഇഞ്ചുറി ഡ്യൂ ടു ഫാളിംഗ് ഫ്രം ഹൈറ്റ്സ്, പ്രബദന, പീഡന, പ്രഹാര, പ്രസ്സിങ് ഓർ സ്ക്യൂസിങ്, ഹിറ്റ് ഓർ ബ്ലോ തുടങ്ങിയവയിലുള്ള ഇഞ്ചുറി ആഗന്തുജ വ്രണത്തിന് കാരണമാകാം. അല്ലെങ്കിൽ ഇഞ്ചുറി ബൈ അഗ്നി, ക്ഷാര, വിഷ ഓർ തീക്ഷ്ണൌഷധ. അല്ലെങ്കിലാണ് ഇഞ്ചുറി ബൈ വെപ്പൺസ് ലൈക്ക് സ്പ്ലിൻസ് ഓഫ് വുഡ്, സ്പോർച്ചേർഡ്, ഹോൺസ് ഓഫ് അനിമൽസ്, ഡിസ്ക്, ആരോ, ആക്സ്, ട്രൈഡൻ, മീസ്. അങ്ങനെ 4 രീതിയിലുള്ള ഒരു ആഗന്തുജ വ്രണത്തിനെ കുറിച്ചാണ് ആഗന്തുജ വ്രണത്തിൻ്റെ ഉള്ളിൽ, അതായത് ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന വ്രണത്തിൽ പെടുത്തിയിരിക്കുന്നത്. നിജവ്രണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ. സദ്യോവ്രണ. സദ്യോവ്രണ യേ സഹസ സംഭവന്തി അഭിഘാതതഃ. സദ്യോവ്രണ ഈസ് ദാറ്റ് വ്രണ വിച്ച് occurs suddenly due to abhighata. നിദാനൗ സദ്യോവ്രണ നാനാധാരമുഖൈഃ ശസ്ത്രൈർ നാനാസ്ഥാനനിപാതിതൈഃ. സദ്യോവ്രണ is caused by weapons with various types of edges. പ്രകാരോ സദ്യോവ്രണ. According to Ashtanga Hridaya, Sadhyavrana is of 8 types: Grishta, Avakrita, Vichinna, Pravilambita, Padita, Vidda, Binna and Vidalita.
According to Susrata Samhita, Sadhyuvrana is of 6 types. Chinnam Pinnam Tada Vidam Kshadam Pichidamevacha Grishtamahu Tada Shashtam. Lakshana of Sadhyuvrana. First one, Chinna. Tirachena Rujurvabi Yo Vranachayedo Bhavet Gatrasya Padanam Chabi Chinnamidi Uchade. We can correlate Chinnavrana to incised wound. Tirachena, it may be oblique. Riju, it may be straight. Ayadam, it is broad. Gatrasya Padanam Chabi, it includes falling of the part of the body also. That means Chinnavrana is a complete separation of a part of a body. Next one, Bhinnavrana. Kunda Shakti Rishti Gadgagra Vishanadibirasheha Hadaha Kinchid Sravetadi Bhinnalakshanam Uchade. In Bhinnavrana, ashias get punctured by tip of Kunda, dagger, Shakti, spear, Rishti, lance, Gadga, sword, or Vishana, horns of animals, and there is a little exudation, Kinchit Sravetadi. This is Bhinnavrana. Next one, Chinnam, Bhinnam, Vidam, Vidavrana. Sukshmasya Shalya Abhihadam Yadangam tu Ashiyadvina Uttundidam Nirgadam va Tadvidamidi Nirdishet. Sukshma Asya Shalyabhihadam. ചെറിയ പങ്ക്ചേർഡ് വെപ്പൻസ് കൊണ്ട് ഉണ്ടാക്കുന്ന വ്രണങ്ങളാണ് വിദ്ധവ്രണം. ബട്ട് ദർ ഇസ് നോ അഫക്ഷൻ ഓഫ് ആശയ. വിസറൽ ഓർഗൻസിനെ വിദ്ധവ്രണത്തിൽ അഫക്റ്റ് ചെയ്യുന്നില്ല. We can correlate Vidyavrana to punctured wound. Here, Vrana is caused by pointed weapons when hitting the body. There is no perforation or rupture of ashayas. Wound of entry have an inverted margin, wound of exit have an everted margin. Then what is the difference between Bhinnavrana and Vidyavrana? In Bhinnavrana, there is association of perforation or rupture of ashayas. But in Vidyavrana, there is no association of പെർഫോറേഷൻ ഓർ റപ്ചർ ഓഫ് ആശയാസ്. വിസറൽ ഓർഗൻസിനെ ആശയങ്ങളെ വിദ്ധവ്രണത്തിൽ അഫക്റ്റ് ആവുന്നില്ല. നെക്സ്റ്റ് വൺ, ക്ഷതം. നാദി ചിഹ്നം നാദി ഭിന്നം ഉഭയോർ ലക്ഷണാനിതം. ചിഹ്നവ്രണമല്ല ഭിന്നവ്രണമല്ല, പക്ഷെ രണ്ടിൻ്റെയും ലക്ഷണം കൂടിയുള്ളതാണ് ക്ഷതവ്രണം. വിഷമം വ്രണം അംഗേ യദ്ദത് ക്ഷതം തു അഭിനിർദിശേത്. വ്രണമംഗമാണെങ്കിൽ ഇറഗുലർ ആയിരിക്കും. വി ക്യാൻ കോറിലേറ്റ് ക്ഷതവ്രണ ടു ക്രഷ്ഡ് വൂണ്ട്. നെയ്തർ കട്ട് ഗ്രേറ്റ്ലി nor punctured actually, but having symptoms of both, and this is irregular. Next, Pichidavranam. Prahara Pedanabhyam tu Yadangam Pradudam Gadam Sasti Tad Pichidam Vidya Majja Rekta Paripludam. Praharam Kondo, Pedanam Kondo, Uribagam Pradudam Gadam Solanai Tirunu Sasti Tad with bone. Majja Rekta Paripludam filled with Majja and Rekta. Pichidavrana can be correlated to conduced wound. Here, body part gets swollen together with bone present inside due to prahara and pedana, filled with majja and rekta. Next, Grishtavrana. Vigadatto yadangam hi sangarshat anyadabhiva ushasravanidam tattu grishtamidi ubadishet. Vigadattok. Here, there is loss of skin. സംഘർഷം കൊണ്ടോ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ സ്കിൻ ലോസ് ഉണ്ട് ആൻഡ് ഹാവ് അസോസിയേഷൻ ഓഫ് സ്രവ വാട്ടറി എക്സ്യുഡേഷൻ. വി ക്യാൻ കോറിലേറ്റ് ഗൃഷ്ടവ്രണ ടു അബ്രേഷൻസ് ഓർ ബ്രൂയിസസ്. ഹിയർ ബോഡി പാർട്ട് ലോസസ് ഇറ്റ്സ് സ്കിൻ ഡ്യൂ ടു അസോൾട്ട് ഓർ എനി അതർ റീസൺസ് ആൻഡ് അക്കമ്പനീഡ് വിത്ത് വാട്ടറി എക്സ്യുഡേഷൻ. ദീസ് ഓൾ അബൌട്ട് ലക്ഷണ ഓഫ് സദ്യവ്രണ. നെക്സ്റ്റ്, ചികിത്സ ഓഫ് സദ്യവ്രണ. ചികിത്സ രണ്ട് രീതിയിലാണ് പോകുന്നത്. സദ്യവ്രണ തന്നെ രണ്ട് രീതിയിൽ പറയാം, വിത്ത് മോർ ബ്ലീഡിങ്, വിത്ത് നോ ബ്ലീഡിങ് ഓർ ലെസ് ബ്ലീഡിങ്. ഇപ്പോൾ സദ്യവ്രണ വിത്ത് മോർ ബ്ലീഡിങ്, ദാറ്റ് ഈസ് ഇൻ ചിന്ന, ഭിന്ന, വിത ആൻഡ് ക്ഷത. ബ്ലഡ് ലോസ് കൂടുതലുള്ളത് കൊണ്ട് വാത അഗ്രവേഷനും ഉണ്ടാവും. ദിസ് കോസ് സിവിയർ പെയിൻ. അപ്പോൾ അങ്ങനെയുള്ളതിലെ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് നോക്കാം. സ്നേഹപാനം ഹിതം തത്ര തത് സേഗോ വിഹിതത്തത വേഷവാരൈഃ സകൃശരൈഃ സുസ്നിഗ്ധൈശ്ച ഉപനാഹനം ധാന്യസ്വേദാംശ്ച കുർവീത സ്നിഗ്ധാനി ആലേപനാനി ച വാതഗ്നൗഷധസിദ്ധേശ്ച സ്നേഹേർബസ്തി വിധീയതേ. സ്നേഹപാനം പറയുന്നുണ്ട്, സേകം പറയുന്നുണ്ട്,
ഉപനാഹനം പറയുന്നുണ്ട്. വേഷവാരം കൊണ്ടോ കൃഷരം കൊണ്ടോ സ്നേഹം ആഡ് ചെയ്തിട്ടാണ് ഉപനാഹനം പറയുന്നത്. ധാന്യസ്വേദം പറയുന്നുണ്ട്. സ്നിഗ്ധമായിട്ടുള്ള ആലേപനങ്ങൾ പറയുന്നുണ്ട്. സ്നേഹവസ്തി പറയുന്നുണ്ട് വിത്ത് വാദഗ്ന ഔഷധം. ദെൻ നെക്സ്റ്റ് ടൈപ്പ് സദ്യോവ്രണ വിത്ത് ലെസ് ഓർ നോ ബ്ലീഡിങ്, ദാറ്റ് ഈസ് ഇൻ പിച്ചിതവ്രണ ആൻഡ് കൃഷ്ണവ്രണ. അവിടെ ഇൻസൈഡിൽ ഒരു സ്റ്റാസിസ് ഉള്ളതുകൊണ്ട് വേദനയെക്കാളും ദാഹവും പാകവുമാണ് ഇവിടെ കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ശീത ആലേപനം ആൻഡ് ശീത പരിഷേകം. ശീത ആലേപനം കാര്യം, പരിഷേകശ്ച ശീതളഃ. In Ashtanga Hridaya, Sadhyavrana Chikitsa is as follows. In case of severe pain, we have to do Sejana with a warm Yeshtyahu Sarpi or Bela Taila. To mitigate Shadoshma, we have to do Lebana, which is Kashaya, Madura, Shida and Snigdha. Sandhana is advised in Sadhyavrana, which is wide, and we have to done Sandhana by using Madhu Sarpi, Pittakna and Himakriya. In Sadhyavrana with Sambramba, Urdhashodhanam, that is Vamana, Adhashodhanam, that is Virechana, Upavasa and frequent Rekta Moksha are advised. This 7 method of treatment for Sadhyavrana Chikitsa is referred to as Saptahika Chikitsa because this is done in the first 7 days following Sadhyavrana. This 7 modes of treatment is also known as Saptopakrama. Next, Vishesha Chikitsa for Sadhyavrana. Shede Shede Vidihi Karyaha Pichide Bhaknavat Vidihi. Grishte Rujo Nigrihi Ashu Churne Rubajare Vranam. Shede Shadavranatale Shadavidhi. Treatment of Shadamana Cheyendada. Pichide Bhaknavat Vidihi. Pichidavranatale Bhaknatile treatment ആണ് ചെയ്യേണ്ടത്. ഗ്രഷ്ടെ രുചോ നിഗ്രഹി ആശു. ഗ്രഷ്ടവ്രണത്തിൽ പെയിനെ ഫസ്റ്റിന് മിറ്റിഗേറ്റ് ചെയ്യണം ക്യുക്കിലി ആശു. ദെൻ ചൂർണ ചൂർണേരുപചരേ should apply churna. This all about the Sadhyavrana Chikitsa. Next, wound is a stage of healing and management. Wound is a break in the integrity of the skin or tissues often which may be associated with disruption of the structure and function. Stages of wound healing. There are 5 stages. They are stage of inflammation, stage of granulation tissue formation and organization, stage of epithelialization, stage of scar formation and resorption, stage of maturation. First, inflammatory phase. This phase begins immediately after the formation of wound and lasts for about 72 hours. Here there is initial arteriolar vasoconstriction, thrombus formation, platelet aggregation due to endothelial damage and release of ADP. This platelet release several cytokinins which attract polymorphonuclear leukocytes and macrophages to the site. Platelet and injured tissue also release some vasoactive amines such as histamine, serotonin and prostaglandins which increase vascular permeability, and this aids in the infiltration of inflammatory cells to the site of wound. In short, in inflammatory phase there are hemostasis, coagulation and chemotaxis. All these causes features of acute inflammation like rubor, calor, dolor, tumor and loss of function. Next phase, proliferatory phase. This phase begins from 3rd day of the formation of wound and lasts for about 3 to 6 weeks. This phase consists mainly of fibroblast activity with the production of collagen and ground substances, growth of new blood vessels which is known as angioneogenesis, and the re-epithelialization of wound surface. Wound tissue formed in early part of this phase is called granulation tissue. In later part, there is an increase in tensile strength of wound due to increased collagen, which is at first deposited in a random fashion and consists of only type 3 collagen. There is wound contraction which reduces the surface area of wound. Next phase, remodeling phase or maturation phase. This phase begins at 6 weeks and lasts for about 6 months to 1 or 2 years. This phase is characterized by maturation of collagen, that means type 1 replacing type 3 until a ratio of 4:1 is achieved. There is realignment of collagen fibers along the lines of tension, decreased wound vascularity and wound contraction due to fibroblast and myofibroblast activity.
This maturation of collagen leads to increased tensile strength in the wound. 80% of tensile strength of normal skin is achieved finally, but not 100%. Final matured scar is acellular and avascular. Then wound management. First thing is wound cleaning. We have to remove visible devitalizer tissues or dressing materials or excess exudates or crust. Cleaning agent should be with neutral pH and non-toxic. In case of incised wound, we have to do cleaning and primary suturing. In case of lacerated wound, wound should be excised and primary suturing is done. In case of crushed or devitalized wound, after wound debridement or wound excision, delayed primary suturing has to be done. In case of deep devitalized wound, after wound debridement, if the wound is small, secondary suturing, or if the wound is large, split skin graft is advised. Vascular injuries, nerve injuries, internal injuries are dealt with accordingly. Then ulcer, its type and management. First, what is ulcer? Ulcer is defined as break in the continuity of the covering epithelium, either skin or mucous membrane due to molecular death. Parts of an ulcer includes margin, edge, floor and base. Margin is a junction between normal epithelium and ulcer. Edge is the area between margin and floor of ulcer. Floor is the exposed surface within ulcer. Base is on which the ulcer rests. Next, classification of ulcer. Clinically, ulcer is classified as spreading ulcer, healing ulcer, non-healing ulcer, callus or stationary ulcer. Pathologically, ulcer is classified as specific ulcers, including tuberculous ulcer, syphilitic ulcer, non-specific ulcers including traumatic ulcer, arterial ulcer, venous ulcer, trophic ulcer, infective ulcer and tropical ulcer, malignant ulcers including rodent ulcer, melanotic ulcer, etc. Based on duration, ulcer can be classified as acute and chronic. Acute ulcer means the duration is less than 2 weeks. Chronic means more than 2 weeks. Wagner's classification or grading. Grade 0 means pre-ulcerative lesion or healed ulcer. Grade 1 indicates superficial ulcer. Grade 2 indicates ulcer deeper to subcutaneous tissue exposing soft tissues or bone. Grade 3 indicates abscess formation underneath or osteomyelitis. Grade 4 indicates gangrene of part of the tissue or limb or foot. Grade 5 indicates gangrene of entire one area or limb. This is all about classification of ulcer. Then management of ulcer. We have to care the ulcer by debridement, cleaning and dressing. Deslowing done either mechanically or chemically. Mechanically by using scissors by excising the slough. Chemically by hydrogen peroxide, ecriflavin or usol. If maggots are present, it should be removed by using turpentine solution. Ulcer should be cleaned and dressed daily, twice daily or once in 2 to 3 days depending on the type of ulcer and type of dressing used. Normal saline is the ideal one for ulcer cleaning. Various dressings include films, foams, hydrogels, hydrocolloids, hydroactives, impregnates. Then individual ulcers in detail ആയിട്ട് നോക്കാം. Venous ulcer. There is a question in previous year for venous ulcer for 3 marks. Venous ulcer is common around ankle and it is typically situated above medial malleolus of the lower third of the lower limb. It is mainly due to varicose veins or as a complication of deep vein thrombosis. It is vertically oval with a sloping edge and will not penetrate deep fascia. Eczema and pigmentation are often seen around these ulcers. The ulcer is slightly painful in the beginning, but gradually
the pain settles down and the main symptoms become discomfort, unsightliness and discharge. This is a picture of a venous ulcer. This venous ulcer heals on rest and treatment but reforms again. This is the main complication, and scarring is common due to repeated healing and recurrent ulcer formation. Management includes usage of venous Doppler, regular dressing, skin grafting, specific treatment for varicose veins. Next one, tuberculous ulcer. Mostly results from bursting of caseous lymph nodes. Also develop when cold abscess from bone and joint tuberculosis breaks out on the surface. Tuberculous ulcer usually seen in neck, axilla and groin. This can be single or multiple, oval or rounded with undermined edge. There is pale granulation tissue with a scanty serosanguinous discharge in the floor and slight induration at the base. Regional lymph nodes may be enlarged, mated, firm and non-tender. This is a picture of a tuberculous ulcer. Investigations include blood examination, Mantoux test, microscopic and guinea pig inoculation test of the discharge, and chest X-ray. Management includes anti-tuberculous drugs. If complete healing does not occur, excision and skin grafting is required. This about tuberculous ulcer. Next, ischemic or arterial ulcer. This is common in toes, feet or legs, often can occur in upper limb digits. Mainly due to peripheral arterial disease including atherosclerosis, Burgers disease and Raynaud's disease, and also due to poor peripheral circulation. This ulcer initially occurs after trauma, soon becomes non-healing, spreading with a scanty granulation tissue. Features of ischemic ulcer. This is painful, tender and often hyperesthetic. Digits may often be gangrenous. Intermittent claudication and rest pain are common. Presence of ischemic changes can be detected like pallor, dry skin, loss of hair, fissuring of nails, etc. Ischemic ulcer is usually deep, distracts the deep fascia, exposing tendons, muscles and underlying bone. This is a picture of ischemic ulcer in the foot with gangrene of tons without evidence of any bleeding with exposed tendons. Investigations include arterial Doppler, angiogram, lipid profile, etc. Treatment should be done accordingly. Drugs like vasodilators, arterial surgeries, etc. may be needed according to the condition. This is all about ischemic ulcer. Next, trophic ulcer or pressure sore or decubitus ulcer. It is a tissue necrosis and ulceration due to prolonged pressure. Bed sore and perforating ulcer are typical examples. Due to impaired nutrition, defective blood supply or neurological deficit, trophic ulcer results. Neurological causes includes diabetic neuropathy, peripheral neuritis, Tapes dorsalis, spina bifida, leprosy, spinal injury, paraplegia, peripheral nerve injury and syringomyelia. Sites over the ischial tuberosity, sacrum, heel in relation to heads of metatarsals, buttocks over the shoulder or occiput. This ulcer starts with callosity under which suppuration takes place. The pus comes out and the central hole forms the ulcer which gradually burrows through the muscles and tendons to the bone. This is a picture for trophic ulcer and bed sore. Features of trophic ulcer, these are mainly painless, edge is punched out, floor is covered with offensive slough, tendons and even bones can be exposed, base is slightly indurated, surrounding skin has no sensation. Investigations include study of discharge, blood sugar, biopsy and X-ray. Management, treat the cause. Nutrition supplement, rest, antibiotics, slow excision, regular dressing and proper care should be needed. Then previous year questions from these topics. For 5 marks, application of Tilak alka in Vrana.
As an essay question, discuss the knowledge of Shashti Upakramas in surgical disease. Saptopakrama for 3 marks. Saptopakrama and its importance for 5 marks. List the Saptopakrama of Vrina. Explain each in 2 sentences for 5 marks. Rakshokna Karma for 3 marks. Vrinidagara and Raksha Karma for 5 marks. Vrinidagara for 3 marks. Vrinidobhasana Vidhi for 5 marks. Importance of Vrinidobhasana for 5 marks. Describe the Pragara and Lakshana of Sadhyavrana. Explain Bhinyavrana in detail for 10 marks. What is Sadhyavrana and mention the various types for 5 marks. Classification of Sadhyavrana for 3 marks. Explain the classification and management of Sadhyavrana for 10 marks. Venous ulcer for 3 marks. Explain stages of wound healing for 5 marks. The remaining topics are Dagdavrana and Prameha Pedaka. Dagdavrana we will discuss later in Agni Karma. Prameha Pedaka is already discussed in the topic Prameha. Thank you for hearing me. Keep supporting us. Thank you.